ബാക്ക് ടു സനീസ് കുസീൻ. വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് എൻ്റെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. പപ്പഡ് സമൂസ അല്ലെങ്കിൽ പപ്പഡ് പോക്കറ്റ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് പരിചയപ്പെടാം. ഇവിടെ ഞാനൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും 4 വെളുത്തുള്ളിയും ഒരു 8 കുരുമുളകും കൂടി ചതച്ചെടുത്തതാണിത്. ഇതിപ്പോൾ 1 ടീസ്പൂണോളം വരും. ഇനി 2 ടീസ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 പപ്പടം എടുത്തിട്ടുണ്ട്. പപ്പടം ഏകദേശം ഒരു നല്ല വലിപ്പമുള്ള പപ്പടമാണ് എടുത്തിട്ടുള്ളത്. 3 കോഴിമുട്ടയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ 3 കോഴിമുട്ടയും പൊട്ടിച്ചൊഴിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കും. അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ മുട്ട ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ ഓണിയൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ക്യാരറ്റ്, ടൊമാറ്റോ, പച്ചമുളക്, മല്ലിയില, പിന്നെ നമ്മൾ പേസ്റ്റാക്കി വെച്ചിരുന്ന ജിഞ്ചർ ഗാർലിക്കും പെപ്പറും കൂടി ഉള്ളത് ഇട്ട് കൊടുക്കാം. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസ് തന്നെ വേണമെന്നില്ല, മീറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ മുട്ട എടുത്തതിന് പകരം നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നോട്ട് പൊട്ടറ്റോ ഒക്കെ ആഡ് ചെയ്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ എഗ്ഗ് എടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മീറ്റ് ഇഷ്ടമുള്ളവർ മീറ്റ് ആഡ് ചെയ്താലും നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി നമുക്കിതൊന്ന് മുട്ടയൊക്കെ ചിക്കുന്നത് പോലെ ഒന്ന് ചിക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് മുട്ടയുടെ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. ആഹാ, നല്ല കളർഫുള്ളായിട്ടുണ്ടല്ലേ. ഇനി ഇതൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് തവി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. കാര്യം മുട്ടയെന്ന് പറയുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒന്നാണ്. പക്ഷെ അതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന സവാള ആയാലും ക്യാരറ്റ് ആയാലും ഒന്ന് വേവാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്യാം. കളർ ചേഞ്ചായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന 2 ടീസ്പൂൺ മൈദ ഉണ്ടല്ലോ, അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് അതൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കാം. ഏകദേശം ഒരു ഗം പോലെ അല്ലെങ്കിൽ ഒരു പശ പോലെ ഒട്ടിപ്പിടിക്കുന്ന ഒരു ഫോം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ആവണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന പപ്പടം ഒരു ബൗളിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കാം. എന്തിനാ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ പപ്പടം ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ആദ്യം ഒരു പപ്പടം എടുക്കുക, അത് നമ്മുടെ വെള്ളത്തിലേക്കൊന്ന് ഡിപ്പ് ചെയ്യാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊന്ന് 1 മിനിറ്റോളം ഒന്ന് വെള്ളത്തിൽ വെക്കണം. 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് പപ്പടം വെള്ളത്തിൽ നിന്ന് എടുക്കാം.
എന്നിട്ട് ഇതുപോലെ പ്ലേറ്റിൽ ഒന്ന് നിരത്തി കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമുക്ക് പപ്പടത്തിൽ നിന്ന് ഒന്ന് വെള്ളം വലിഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് പപ്പടം കിട്ടും. അതിൽ നിന്ന് ഒരു പപ്പടം ഇതുപോലെ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് നമ്മൾ നേരത്തെ ചിക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് കുറച്ചെടുത്ത് നമ്മുടെ പപ്പടത്തിന് നടുക്കായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ചിരുന്ന മൈദയുടെ ഗം പോലുള്ള പേസ്റ്റ് ഇതിലേക്ക് തേച്ച് കൊടുക്കാം. അതിനുശേഷം അടുത്ത സൈഡിൽ നിന്ന് ഇതുപോലെ തന്നെ മടക്കി കൊടുക്കാം. ഏകദേശം ഒരു കോൺ ഷേപ്പിൽ ഒന്ന് മടക്കിയെടുക്കണം. അതിനുശേഷം ഓപ്പണായിട്ട് ഇരിക്കുന്നതിലും ഇതുപോലെ മൈദയുടെ ആ പേസ്റ്റ് തേച്ച് കൊടുക്കാം. എന്നിട്ട് ആ സൈഡും ഒന്ന് മടക്കാം. ഏകദേശം ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പ് സ്നാക്ക് കിട്ടും. കണ്ടോ, ഇതുപോലെ മടക്കിയെടുക്കാം. ഇതുപോലെ അടുത്തതും ചെയ്തെടുക്കാം. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്ക് ഐറ്റം ആണ്. അധികം ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അധികം ഇൻഗ്രീഡിയൻസിൻ്റെയും ആവശ്യമില്ല. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പപ്പടം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മുരിഞ്ഞ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കുക്ക് ചെയ്തെടുക്കണം. ഏകദേശം ഒരു ഗോൾഡൻ കളർ ആയി വരുമ്പോൾ നമുക്ക് ഇത് കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാം ഒരു സമൂസ ലുക്കൊക്കെ ഉണ്ട്. ഉള്ളിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് ഫില്ലിംഗ് ആണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സൈഡിലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെയും ടേക്ക് കെയർ ആൻഡ് സീ യു.